Hi students, welcome back. Today we are going to discuss some topics from surface chemistry. Let us start. Adsorption isotherm. The variation in the amount of the gas adsorbed by the adsorbent with pressure at constant temperature can be expressed by means of a curve termed adsorption isotherm. Variation in the amount of the gas adsorbed by the adsorbent with pressure. അപ്പോൾ ഒരു അഡ്സോർബൻ്റ് അഡ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ വേരിയേഷൻ വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ മീൻസ് ഓഫ് എ കർവ് ടേംഡ് അഡ്സോർപ്ഷൻ ഐസോതെർംസ്. അപ്പോൾ നമ്മുടെ അഡ്സോർബൻ്റ് അഡ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ വേരിയേഷൻ വിത്ത് പ്രഷറാണ് അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു കർവ് വെച്ചിട്ടാണ്. ആ കർവിനാണ് അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്നത്. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം. ഫ്രണ്ട്ലിച്ച് 1909 gave an empirical relationship between the quantity of gas adsorbed by unit mass of solid adsorbent and pressure at a particular temperature. അപ്പോൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലിച്ച് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1909 ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്തു ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബൻ്റ്. യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബൻ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസും അതുപോലെ തന്നെ പ്രഷറും അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള പ്രഷറും അതുപോലെ തന്നെ യൂണിറ്റ് മാസ് ഓഫ് എ സോളിഡ് അഡ്സോർബൻ്റ് അഡ്സോർബ് ചെയ്യപ്പെടുന്ന ഗ്യാസിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിൽ ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്തു. ആ റിലേഷൻഷിപ്പിനാണ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു p⁴1/n where n ഈസ് ഗ്രേറ്റർ ദാൻ 1, where x is the mass of the gas adsorbed on mass m of the adsorbent at pressure p. അപ്പോൾ p പ്രഷറിൽ അഡ്സോർബൻ്റ് എം മാസുള്ള അഡ്സോർബൻ്റ് അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസിൻ്റെ മാസാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഗ്യാസ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ അഡ്സോർബൻ്റ്, പ്രഷർ പി എ, കെ ആൻഡ് എൻ ആർ ദി കോൺസ്റ്റൻറ്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി അഡ്സോർബൻ്റ് ആൻഡ് ദി ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. The relationship is generally represented in the form of a curve where mass of the gas adsorbed per gram of the adsorbent is plotted against pressure. കണ്ടോ, പ്രഷറും x/m വെച്ചാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് കർവ് ഇൻഡിക്കേറ്റ് ദാറ്റ് അറ്റ് എ ഫിക്സഡ് പ്രഷർ ദർ ഈസ് എ ഡിക്രീസ് ഇൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കണ്ടോ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഡിക്രീസ് ആകുന്നു. അതാണ് ഗ്രാഫിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് കർവ് ഓൾവേസ് സീംസ് ടു അപ്രോച്ച് സാച്ചുറേഷൻ അറ്റ് ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ ഈ കർവ് സാച്ചുറേഷൻ അണ്ടർഗോ ചെയ്യും. ഓക്കെ, ഹൈ പ്രഷറിൽ ദിസ് കർവ് ഓൾവേസ് സീംസ് ടു അപ്രോച്ച് സാച്ചുറേഷൻ വാല്യൂ. ഇനി നമുക്ക് നമ്മുടെ ഈ x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു p⁴1/n എന്ന് പറഞ്ഞ ആ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർമിൻ്റെ ഇക്വേഷനില്ലേ, ആ ഇക്വേഷനിലേക്ക് നമുക്ക് ലോഗ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ log x/m ഈസ് ഈക്വൽ ടു log k പ്ലസ് 1/n ഇൻറ്റു log p. ദി വാല്യൂ ഓഫ് ദ വാലിഡിറ്റി ഓഫ് ഫ്രണ്ട്ലിച്ച് ഐസോതെർം ക്യാൻ ബി വേരിഫൈഡ് ബൈ പ്ലോട്ടിംഗ് log x/m ഓൺ y ആക്സിസ് ആൻഡ് log p ഓൺ ദ x ആക്സിസ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർംസിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർംസിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് log p ഓൺ ദ x ആക്സിസും log x/m ഓൺ ദ y ആക്സിസും വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഈ ഗ്രാഫ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം വാലിഡ് ആയിരിക്കും, അല്ലെങ്കിൽ വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, പിന്നെ ദി സ്ലോപ്പ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ഗീവ്സ് ദ വാല്യൂ ഓഫ് 1/n. സ്ലോപ്പ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും ദ വാല്യൂ ഓഫ് 1/n എന്ന് പറയുന്നത്. ദി ഇൻ്റർസെപ്റ്റ് ഓൺ ദ y ആക്സിസ് ദാറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് log k. ഇൻ്റർസെപ്റ്റ് ആണ് log kയുടെ വാല്യൂ തരുന്നത്. ഇൻ്റർസെപ്റ്റ് ഓൺ ദ y ആക്സിസ് ഗീവ്സ് ദ വാല്യൂ ഓഫ് log k. ഓക്കെ, ഇനി 1/n ക്യാൻ ഹാവ് ദി വാല്യൂസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. നമ്മൾ പറഞ്ഞ 1/n സ്ലോപ്പ് അല്ലേ, ആ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയണത് ബിറ്റ്വീൻ 0 ആൻഡ് 1, 0ക്കും 1നും ഇടയിലായിരിക്കും. ഓക്കെ, അപ്പോൾ വെൻ 1/n ഈസ് ഈക്വൽ ടു 0, x/m ഈസ് എ കോൺസ്റ്റൻറ്റ്.
the adsorption is independent of pressure. When 1 by n is equal to 1, x by m is equal to k into p, that is x by m is directly proportional to p. The adsorption varies directly with the pressure. Correct അല്ലേ? നമ്മുടെ നോക്ക്, ഇതാണ് നമ്മുടെ x by m is equal to k into p raised to 1 by n ആയിരുന്നു. 1 by n is equal to 0 means x by m is equal to k into p raised to 0. p raised to 0 means that is 1. So x by m is equal to k. x by m ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ 1 by n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി. ദെൻ എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ബോത്ത് ദ കണ്ടീഷൻസ് ആർ സപ്പോർട്ടഡ് ബൈ ദി എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. ദി എക്സ്പെരിമെൻ്റൽ ഐസോതേർം ഓൾവേസ് സീംസ് ടു അപ്രോച്ച് സാച്ചുറേഷൻ അറ്റ് ഹൈ പ്രഷർ. ദിസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഫ്രണ്ട്ലിച്ച് ഐസോതേർം, തസ് ഇറ്റ് ഫെയിൽസ് അറ്റ് ഹൈ പ്രഷർ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേംസിൻ്റെ ഫെയിൽ എന്താണെന്ന് ചോദിച്ചാൽ ദി എക്സ്പെരിമെൻ്റൽ ഐസോതേം ഓൾവേസ് സീംസ് ടു അപ്രോച്ച് സാച്ചുറേഷൻ അറ്റ് ഹൈ പ്രഷർ. കണ്ടോ? ദി എക്സ്പെരിമെൻ്റൽ ഐസോതേംസ് ഓൾവേസ് സീംസ് ടു അപ്രോച്ച് സാച്ചുറേഷൻ അറ്റ് ഹൈ പ്രഷർ. ദിസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഫ്രണ്ട്ലിച്ച് ഐസോതേം, ഇറ്റ് ഫെയിൽസ് അറ്റ് ഹൈ പ്രഷർ. കണ്ടോ? അതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർഷനിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർഷൻ. ദ ഫിനോമിന ഓഫ് അഡ്സോർഷൻ ഫൈൻഡ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. ഇമ്പോർട്ടൻ്റ് വൺസ് ആർ ലിസ്റ്റഡ് ഹിയർ. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം ആണ്. ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർഷൻ്റെ ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. The remaining traces of air can be adsorbed by charcoal from a vessel evacuated by a vacuum pump to give very high vacuum. കണ്ടോ? നമ്മൾ വാക്വം പമ്പ് വെച്ചിട്ട് ഓൾറെഡി ഇവാക്വേറ്റ് ചെയ്തതാണ് ഒരു വെസലിലെ എയർ. പിന്നെ റിമൈനിങ് ട്രേസസ് ഓഫ് എയർ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവാക്വേറ്റ് ചെയ്യാം. എന്തുപയോഗിച്ച്? ചാർക്കോൾ ഉപയോഗിച്ച്. ഓക്കെ, the remaining traces of air can be absorbed by charcoal from a vessel evacuated by a vacuum pump to give a very high vacuum. അപ്പോൾ വെരി ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാർക്കോൾ യൂസ് ചെയ്യാം. ഓൾറെഡി ആ വെസലിലെ എയറിനെ വാക്വം പമ്പ് വെച്ചിട്ട് നമ്മൾ ഇവാക്വേറ്റ് ചെയ്തതാണ് വെസൽ. എന്നിട്ടും അതിനകത്ത് ട്രേസസ് ഓഫ് എയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാർക്കോൾ യൂസ് ചെയ്യാം. ചാർക്കോൾ ആ റിമൈനിങ് ട്രേസസ് ഓഫ് എയറിനെ അഡ്സോർബ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. ഹെഡിങ് നന്നായിട്ട് പഠിക്കുക, ബാക്കി ടോപ്പിക്ക് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ മാത്രം പറയാൻ പഠിക്കുക. ഓക്കെ, ഗ്യാസ് മാസ്ക്. ഗ്യാസ് മാസ്ക് ഈസ് എ ഡിവൈസ് which consists of activated charcoal or a mixture of adsorbent is usually used for breathing in coal mines to absorb poisonous gas. ഗ്യാസ് മാസ്ക് എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്. അതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ട്, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് അഡ്സോർബൻസ് ഉണ്ട്. അതാണ് ഗ്യാസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ബ്രീത്തിങ് ഇൻ കോൾ മൈൻസ്. കോൾ മൈനിലാണത് ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടു അഡ്സോർബ് പോയിസണസ് ഗ്യാസ്. കണ്ട, കോൾ മൈൻസിലേക്ക് പോകുന്നവർ ഗ്യാസ് മാസ്ക് വിയർ ചെയ്യും. അപ്പോൾ ഗ്യാസ് മാസ്ക് വിയർ ചെയ്യുമ്പോഴത്തേക്കും കോൾ മൈൻസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ പോയിസണസ് ഗ്യാസാണുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് പോയിസൺ ഗ്യാസിനെ ഈ ചാർക്കോൾ അഡ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പ്യുവർ ഓക്സിജൻ കിട്ടും. അതിനാണ് ഗ്യാസ് മാസ്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. Silica and aluminium gel are used as adsorbent for removing moisture and controlling humidity. തേർഡ് പോയിൻ്റ് കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി ആണ്. സെക്കൻഡ് പോയിൻ്റ് ഗ്യാസ് മാസ്ക് ആണ്. എല്ലാത്തിൻ്റെ ഹെഡിങ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. സിലിക്ക ആൻഡ് അലുമിന ജെൽ ആർ യൂസ്ഡ് ആസ് അഡ്സോർബൻറ്റ് ഫോർ റിമൂവിങ് മോയ്സ്ചർ. മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്സോർബൻ്റ് ആണ് സിലിക്ക ആൻഡ് അലുമിനിയം ജെൽ എന്ന് പറയുന്നത്. അതുപോലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി റിമൂവൽ ഓഫ് കളറിങ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്. സൊല്യൂഷനിൽ നിന്ന് കളറിങ് മാറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽ ചാർക്കോൾ റിമൂവ്സ് കളേഴ്സ് ഓഫ് സൊല്യൂഷൻസ് ബൈ അഡ്സോർബിങ് കളേർഡ് ഇമ്പ്യൂരിറ്റീസ്. കണ്ട, കളേർഡ് ഇമ്പ്യൂരിറ്റീസിനെ അഡ്സോർബ് ചെയ്യും ആര്? ആനിമൽ ചാർക്കോൾ. എവിടെ നിന്ന്? സൊല്യൂഷനിൽ നിന്ന്. ഓക്കെ, സൊല്യൂഷനിൽ നിന്ന് ആനിമൽ ചാർക്കോൾ കളേർഡ് ഇമ്പ്യൂരിറ്റീസിനെ അഡ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ റിമൂവൽ ഓഫ് കളറിങ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്. ഹെട്രോജീനിയസ് കറ്റാലിസിസ്.
Adsorption of reactants on the solid surface of the catalyst increases the rate of reaction. Adsorption of reactants on the solid surface of the catalyst. കാറ്റലിസ്റ്റിൻ്റെ സോളിഡ് സർഫസിലേക്ക് റിയാക്റ്റൻസിനെ അഡ്സോർബ് ചെയ്യും. അപ്പം റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. There are many gaseous reactions of industrial importance involving solid catalyst. സോളിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് പല കാറ്റലിസ്റ്റും ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് അമോണിയ യൂസിങ് അയൺ ആസ് കാറ്റലിസ്റ്റ്. കണ്ടോ, അമോണിയയുടെ ഹേബർ പ്രോസസ്സിൽ കാറ്റലിസ്റ്റായിട്ട് അയണാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ബൈ കോണ്ടാക്ട് പ്രോസസ്സ്. പിന്നെ ആൻഡ് യൂസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് നിക്കൽ ഇൻ ദ ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽസ്. ഓയിൽസിൻ്റെ ഹൈഡ്രോജിനേഷന് വേണ്ടിയിട്ട് ഫൈനലി ഡിവൈഡഡ് നിക്കലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഹെട്രോജീനിയസ് കറ്റാലിസിസിന് എക്സാമ്പിളാണ്. ഓക്കെ, അത് അമോണിയയുടെ മാനുഫാക്ചറിങ്ങിന് ഹേബർ പ്രോസസ്സിൽ അയണാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചർ കോണ്ടാക്ട് പ്രോസസ്സിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ് ഓർ വനേഡിയം പെൻഡോക്സൈഡാണ് നമ്മളിവിടെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിക്കലിൻ്റെ കേസിൽ നിക്കൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽസ് ആണ്. ഓയിൽസിൻ്റെ ഹൈഡ്രോജിനേഷൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഹെട്രോജീനിയസ് കറ്റാലിസിസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റാണ് ഇവർ. ഓക്കെ, ഇനി സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദി ഡിഗ്രി ഓഫ് അഡ്സോർഷൻ ഓഫ് ഗ്യാസസ് ബൈ ചാർക്കോൾ. എ മിക്സർ ഓഫ് നോബിൾ ഗ്യാസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ അഡ്സോർഷൻ ഓൺ കോക്കനട്ട് ചാർക്കോൾ അറ്റ് ഡിഫറൻറ്റ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ മിക്സർ ഓഫ് നോബിൾ ഗ്യാസസ് ഉണ്ടെങ്കിൽ ആ നോബിൾ ഗ്യാസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അഡ്സോർഷൻ പ്രോസസ്സ് വെച്ചിട്ട്, കോക്കനട്ട് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് അറ്റ് ഡിഫറൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദ ഡിഗ്രി ഓഫ് അഡ്സോർഷൻ ഓഫ് ഗ്യാസസ് ബൈ ചാർക്കോൾ. അപ്പോൾ ചാർക്കോളിൻ്റെ ഡിഗ്രി ഓഫ് അഡ്സോർഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് മിക്സർ ഓഫ് നോബിൾ ഗ്യാസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ അഡ്സോർഷൻ ഓൺ കോക്കനട്ട് ചാർക്കോൾ അറ്റ് ഡിഫറൻറ്റ് ടെമ്പറേച്ചേഴ്സ്. നെക്സ്റ്റ്, ഇൻ ക്യൂറിങ് ഡിസീസസ് എ നമ്പർ ഓഫ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ജേംസ് ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം. അതുപോലെ നമ്പർ ഓഫ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ജേംസിനെ കിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നു ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം. ഓക്കെ, ക്യൂറിങ് ഡിസീസസ് ജേംസൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഡ്രഗ്സ് ആ ജേംസിനെ അഡ്സോർബ് ചെയ്തിട്ട് അതിനെ കില്ല് ചെയ്ത് കളയും. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എ ലോ ഗ്രേഡ് സൾഫൈഡ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം സിലിക്ക ആൻഡ് അതർ എർത്തി മാറ്റർ ബൈ ദ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് യൂസിങ് പൈൻ ഓയിൽ ആൻഡ് ഫ്രോത്തിങ് ഏജൻറ്റ്. അപ്പോൾ ലോ ഗ്രേഡ് സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബൈ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം സിലിക്ക, അതുപോലെ എർത്തി മാറ്ററിൽ നിന്നും സിലിക്കയിൽ നിന്നുമൊക്കെ നമ്മുടെ സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൈനോയിലും ഫ്രോത്തിങ് ഏജൻറ്റുമാണ്. ഫൈനോയിലും ഫ്രോത്തിങ് ഏജൻറ്റ് വെച്ചിട്ടാണത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സൾഫൈഡ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ലോ ഗ്രേഡ് സൾഫൈഡ് ഓർ ആണ് ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം സിലിക്ക ആൻഡ് അതർ എർത്തി മാറ്റർ ബൈ ദിസ് മെത്തേഡ് using pine oil and frothing agent. At indicated surface of certain precipitates such as silver halide have the property of absorbing some dyes like eosin, fluorescein, etc. and thereby producing a characteristic color at the end point. ഇനി ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസ് ആണ്. ഇതൊക്കെ നമ്മുടെ +1 പഠിച്ചതാണ്. ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസ് ബേസ്ഡ് ഓൺ ദ ഫിനോമിന ഓഫ് അഡ്സോർപ്ഷൻ. ഫൈൻഡ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻ അനാലിറ്റിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 10 ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, ഗ്യാസ് മാസ്ക്, കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി, റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്, സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ് ഇൻ ക്യൂറിംഗ് ഡിസീസസ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്, അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്, ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസ്. അപ്പോൾ ഇത്രയും ഹെഡിങ് നന്നായിട്ട് പറയുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പറയാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് കറ്റാലിസിസ് ആണ്. പൊട്ടാസ്യം ക്ലോറൈറ്റ് വെൻ ഹീറ്റഡ് സ്ട്രോങ്ലി ഡീകമ്പോസ് സ്ലോലി ഗിവിങ് ഡയോക്സിജൻ. കണ്ടോ, പൊട്ടാസ്യം ക്ലോറൈറ്റിന് നമ്മൾ ഡീകമ്പോസ് ഭയങ്കര സ്ലോയിൽ റിയാക്ഷൻ നടക്കുള്ളൂ. വി വിൽ ഗെറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് ഓക്സിജൻ. പക്ഷേ നമ്മുടെ ലിറ്റിൽ എമൗണ്ട് ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ റിയാക്ഷൻ നടക്കുക 653 to 873 കെൽവിനിൽ. പക്ഷേ വെൻ വി ആഡ് എ ലിറ്റിൽ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ്, the decomposition takes place at considerably lower temperature range, that is about 473 to 633 Kelvin temperature range reaction നടക്കും. ഓക്കെ, എന്താണ് പൊട്ടാസ്യം? ദിസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ആക്ട് ആസ് ദ കാറ്റലിസ്റ്റ് ലെയർ. ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട്. വാട്ട് ഈസ് മെൻ ബൈ വാട്ട് ആർ കാറ്റലിസ്റ്റ് ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ കറ്റാലിസിസ്? അത് നമുക്ക് നോക്കാം.
Okay, substances which alter the rate of a chemical reaction and themselves remain chemically and quantitatively unchanged after the reaction are known as catalyst and the phenomena is known as catalysis. Kando, substances which alter the rate of a chemical reaction, rate of chemical reaction alter ചെയ്യും and themselves remain chemically and quantitatively unchanged. പക്ഷേ അവർ chemically and quantitatively unchanged ആയിരിക്കും after the reaction. അത് നമ്മൾ കാറ്റലിസ്റ്റ്. അവർ കെമിക്കൽ റിയാക്ഷനിൽ എന്താ അവരുടെ ഡ്യൂട്ടി, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ഓൾട്ടർ ചെയ്ത് കൊടുക്കുക. പക്ഷെ അവർക്കൊന്നും സംഭവിക്കില്ല. അത് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫിനോമിനയ്ക്കാണ് നമ്മൾ കറ്റാലിസിസ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പഠിക്കുക അത് കേട്ടോ. ഇനി പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്. പ്രൊമോട്ടേഴ്സ് ആർ ദി സബ്സ്റ്റൻസ് ദാറ്റ് എൻഹാൻസസ് ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് വൈൽ പോയിസൺസ് ഡിക്രീസസ് ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ പോയിസൺ എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യുകയാണ്. ഹേബർ പ്രോസസ്സിൽ അമോണിയയുടെ മാനുഫാക്ചറിങ്ങിൽ മോളിബ്ഡനം ആക്ട് ആസ് ദി പ്രൊമോട്ടർ ഫോർ അയൺ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. മോളിബ്ഡനാണ് പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കുന്നത്, അയൺ ആണ് നമ്മളവിടെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അമോണിയയുടെ മാനുഫാക്ചറിങ് ഇക്വേഷൻ നമുക്ക് N2+3H2 കണ്ടോ, മോളിൽ നോക്കിക്കുക ഇക്വേഷൻ്റെ ആരോടെ ടോപ്പിൽ കാറ്റലിസ്റ്റും താഴെ പ്രൊമോട്ടറും. ഓക്കെ, ഇനി കറ്റാലിസിസ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്, ഹോമോജീനിയസ് കറ്റാലിസിസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഓക്കെ, അതിനകത്ത് നമുക്ക് ഓരോരോ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ സിമ്പിളാണ്. വെൻ ദി റിയാക്റ്റൻസ് ആൻഡ് ദി കാറ്റലിസ്റ്റ് ആർ ഇൻ ദ സെയിം ഫേസ് ദി പ്രോസസ് ഈസ് സെറ്റ് ടു ബി ഹോമോജീനിയസ് കറ്റാലിസ്. റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ ആ കറ്റാലിസിസിനാണ് നമ്മൾ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു എക്സാമ്പിൾ, സൾഫർ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ വി വിൽ ഗെറ്റ് സൾഫർ ട്രയോക്സൈഡ്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റും കൂടെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2SO2G പ്ലസ് O2G ഗീവ്സ് കേട്ടോ NO നൈട്രിക് ഓക്സൈഡ് G 2SO3. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് കറ്റാലിസിസ്. എക്സാമ്പിൾ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹെട്രോജീനിയസ് കറ്റാലിസിസ് മീൻസ് ഇൻ വിച്ച് ദ റിയാക്ടൻ്റ് ആൻഡ് ദി കാറ്റലിസ്റ്റ് ആർ ഇൻ ദ ഡിഫറെൻറ്റ് ഫേസ്. ഹെട്രോജീനിയസ് ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും. ഓക്കെ, 2SO2 gives 2SO3. പ്ലാറ്റിനമാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് G ആണ് കണ്ടോ, ഇത് S ആണ്. ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ ഗൈസ്, സ്റ്റഡി അപ് ടു ഹിയർ. ദി റിമൈനിങ് ടോപ്പിക്സ് വി വിൽ study in the next class. Okay, bye.